ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് മദ്രസ ഓപ്പൺ ആവുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ദിയമോൾ ഇന്ന് ആദ്യമായിട്ട് മദ്രസയിൽ പോകാൻ പോവാണ്. അപ്പോൾ രാവിലെ ടൈം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. മോള് നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ ഒന്ന് എണീപ്പിക്കണം. എന്നിട്ട് പല്ല് തേച്ച് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം പറഞ്ഞയക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് പോണ കാരണം ഒരു പാക്കറ്റ് മിഠായി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൾ ഉപ്പച്ചിയുടെ കൂടെ മദ്രസയ്ക്ക് പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് പോണ കാരണം നല്ല സന്തോഷത്തിലാണ് കേട്ടോ പോണത്. മദ്രസയിലേക്ക് കുറേ പോകാനൊന്നുമില്ല. നേരെ മുന്നിൽ തന്നെയാണ് പള്ളി. പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് മദ്രസ വരുന്നത്. ഇനി ഇതിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വാട്ടിയെടുത്തതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഉച്ചയ്ക്ക് കൊടുത്തയക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടമ്മമാർക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2-3 പച്ചമുളക് അതും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മെഷറിംഗ് കപ്പാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സാമ്പാർ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ഇഡ്ഡലി, ദോശ, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിന്, ഇനിയിപ്പോൾ രാത്രി ചപ്പാത്തിക്ക് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. ഇനി ഇതെല്ലാം കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ ഇത് വെന്തിട്ടുണ്ടോന്നൊക്കെ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒരു 1/2 കപ്പ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള അതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ വീട്ടിൽ തേങ്ങ കുറച്ചധികം തന്നെ വറുത്തിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതെടുത്തിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സാമ്പാർ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത്രയും സാമ്പാർ കായ എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് അതിന് നീരെടുത്തതാണ് കേട്ടോ ഇത്. അതൊരു 3/4 കപ്പോളുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കടുക്, വേപ്പിൻ്റെ ഇല, വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കുക കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ കടലാസ് പൂവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊമ്പ് കുഴിച്ചിട്ടിട്ട് ഒരു 2 ആഴ്ചയോളം തണലത്ത് വെച്ചാൽ മതി, അത് പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ പിടിച്ചിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ചട്ടിയിലായിട്ടാണ് കുഴിച്ചിട്ടത്. ഒന്നിൽ നന്നായിട്ട് ലീഫൊക്കെ വന്നത് കണ്ടോ. അപ്പോൾ ഇത് ഓറഞ്ച് കളറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.